ശബരിമല സ്വർണ്ണക്കൊളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇന്നും തുടരുകയാണ്. ആർ അനന്തകൃഷ്ണൻ നമുക്ക് പോകേണ്ട. അനന്തൻ, വിവരങ്ങൾ പറയും. രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരിക്കുന്നത്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉദ്യോഗസ്ഥരാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അല്പസമയം മുമ്പ് എത്തിയത്. കഴിഞ്ഞ ദിവസവും ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ദേവസ്വം ആസ്ഥാനത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ദേവസ്വം വിജിലൻസ് ആണ്. ദേവസ്വം വിജിലൻസിൽ നിന്നാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘം തേടുന്നത്. പ്രത്യേകിച്ച് ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറിൽ നിന്ന് നേരിട്ട് ഉദ്യോഗസ്ഥർ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകളും അവരിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഇതിന് സമാന്തരമായി മറ്റ് സ്ഥലങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചെന്നൈ, ബംഗളൂരു കേന്ദ്രീകരിച്ച അന്വേഷണ സംഘത്തിലെ ഓരോ വിഭാഗം ഉദ്യോഗസ്ഥർ അവിടെ അന്വേഷണവുമായി തുടരുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ സ്വദേശമായ പുളിമാത്ത് കേന്ദ്രീകരിച്ച് ഇന്നലെയൊക്കെ അന്വേഷണ സംഘം അവിടെ വ്യാപകമായ പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഏതായാലും ഈ പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും മുമ്പ് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. അന്വേഷണം മുന്നോട്ട് പോകുന്നു. വലിയ തോതിൽ വിമർശനം ഉയരുകയാണ്. ഈ വിവാദങ്ങളുടെ തുടർച്ചയായി ഇപ്പോൾ ഹൈക്കോടതി ഒരു സമയപരിധിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. തെളിവ് ശേഖരണമൊക്കെ ഏത് തരത്തിലാണ്? മൊഴിയെടുക്കൽ ഏത് തരത്തിലാണ്? തീർച്ചയായിട്ടും ഈ അന്വേഷണ സംഘത്തിന് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഹൈക്കോടതി നൽകിയിട്ടുള്ളൂ. 1.25 മാസം കൊണ്ട് ഒരു മാസം 2 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ അറസ്റ്റിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് കൃത്യമായ വിവരങ്ങളും തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ കോടതിയിലെത്തുമ്പോഴേക്കും പ്രതികൾക്ക് ജാമ്യം കിട്ടാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പ്രതികളുടെ മൊഴിയെടുപ്പ് അതുപോലെ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും മുമ്പ് കൃത്യമായ തെളിവുകൾ 2019 മുതൽ ഉള്ള തെളിവുകൾ, ഈ അന്നു മുതലാണല്ലോ ഈ ഉരുപ്പടികൾ പുറത്തു കൊണ്ടുപോയി അട്ടിമറി നടത്തി എന്ന് പറയുന്നത്. അപ്പോൾ 98-ലുള്ള രേഖകളൊക്കെ അടക്കം ശേഖരിക്കുന്നുണ്ട്. ഏതായാലും മറ്റ് നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നതെന്നാണ് സൂചന. അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്വേഷണത്തിലെ വിവരങ്ങളൊന്നും പുറത്ത് അറിയിക്കാത്ത രീതിയിലാണ്. FIR-ന്റെ പകർപ്പ് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്രയും ബന്ധവസ്ഥായിട്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയും ബന്ധവസ്ഥായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. അന്വേഷണ പുരോഗതി 2 ആഴ്ച കൂടുമ്പോൾ കോടതിയെ അറിയിക്കണം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ രഹസ്യ സ്വഭാവത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടർന്ന്. ആർ അനന്തകൃഷ്ണൻ ആ വിവരങ്ങൾ നൽകി.